മന്ത്രി പ്രസംഗിക്കുമ്പോൾ കൂവൽ ഉണ്ടായി. മന്ത്രി നേരിട്ട് പറഞ്ഞിട്ടും കൂവൽ നിർത്തിയില്ല. പക്ഷേ LDF പ്രവർത്തകരും പോലീസും രക്ഷാപ്രവർത്തനം നടത്തി അവസാനം കൂവൽ നടത്തിയ ആളെ പുറത്തെത്തിച്ചു. എന്താണ് നടക്കുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്താ പറ, എനിക്കറിയില്ല. മന്ത്രി പ്രസംഗിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ വിദ്യാഭ്യാസത്തിനായി നടപ്പാക്കിയ പദ്ധതികൾ വിശദീകരിച്ചു. ഇന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി കുഞ്ഞുങ്ങൾ എവിടെ വരെ പഠിക്കണമെങ്കിലും ഈ ഗവൺമെന്റ്, പിണറായി വിജയൻ ഗവൺമെന്റിനെ പറ്റി വിമർശനമൊക്കെ പറയാം. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒറ്റ കാര്യം മാത്രമേ ഞാൻ ചോദിക്കാം, ഒറ്റ കാര്യം. ഇന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി കുഞ്ഞുങ്ങൾ, കേരളത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കുഞ്ഞുങ്ങൾ എവിടെ വരെ പഠിക്കണമോ, വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിക്കണോ, സൗജന്യമായി പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് ഈ കേരളമാണെന്ന് അഭിമാനത്തോടെ തന്നെ പറയാൻ ആഗ്രഹിക്കുക. പതിവിൽ നിന്ന് വിപരീതമായി സദസ്സിൽ നിന്നൊരു കൂവൽ. 7 വർഷം കൊണ്ട് 86 ഡോക്ടർമാരെ സൃഷ്ടിച്ച ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് എന്ന അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ഹോയി വിട്ടത് രമണി, നീയാണോ ഹോയി വിട്ടത്? സത്യം പറഞ്ഞു. ഈ വർഷം നമ്മള് അത് വേറെ സോക്കേടാ. വൈഫിന് എന്തിന്റെ ആരംഭം? സജി ചെറിയാൻ നേരിട്ട് പറഞ്ഞിട്ടും കൂവിയ ആൾക്ക് കൂസലില്ല. തീർന്നാലും ഇല്ലെങ്കിലും അവനെ ചലഞ്ച് ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ചല്ലോ, അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഐ റെസ്പെക്ട്. തീരദേശ മേഖലയെ ഏറ്റവും കൂടുതൽ പരിഗണിച്ച സർക്കാർ എന്ന് മന്ത്രി പറഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഒരു കാര്യം പറയാം. തീരദേശ സ്കൂളുകൾ നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ സ്കൂളുകളെല്ലാം മികച്ച നിലവാരത്തിലേക്ക് എത്തി. എല്ലാ സ്കൂളുകളും മീറ്റിംഗ് കേട്ടോ. പതിവിൽ നിന്ന് വിപരീതമായി സദസ്സിൽ നിന്നൊരു കൂവൽ. വിവാദത്തിലാകുന്നത് മന്ത്രി സജി ചെറിയാന് പുതിയ കാര്യമൊന്നുമില്ല. താമസിച്ചില്ല. പ്രസംഗം കേൾക്കുന്ന LDF പ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തിനിറങ്ങി. കൂവിയ ആളെ ഹാളിൽ ബലമായി പുറത്തിറക്കി. എന്താ പറഞ്ഞ? ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാർ കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നത്, അങ്ങോട്ട് തള്ളി മാറ്റുന്നത്. അത് രക്ഷിക്കാനല്ലേ? പിന്നാലെ പോലീസ് എത്തി. മദ്യലഹരിയിലാണ് ഇയാൾ കൂവിയതെന്നാണ് സംശയം. എന്താ ഇത്ര സംശയം? എനിക്കതിപ്പോ അങ്ങോട്ട് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്.